അർച്ചന, എത്രയോ നാളുകളായി ഇസ്രോ മലബാർ സഭയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇതുവരെ അതിലൊരു ഏകമനസ്സോടെ തീരുമാനത്തിലേക്ക് എത്താൻ സഭയ്ക്ക് കഴിയുന്നില്ല. വലിയ തർക്കങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ അടുത്ത മാസം ഈ തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ നടപ്പാക്കാത്തവരെ സഭയ്ക്ക് പുറത്താക്കും എന്ന നിലപാട് സ്വീകരിച്ചാണ് സർക്കുലർ വന്നിരിക്കുന്നത്. ഈ സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ പുതിയ പ്രതിഷേധങ്ങൾ നമ്മൾ കാണുകയാണ്. സമീപകാലത്ത് എങ്ങും ഇത് തീരില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 4 വർഷത്തോളമായി പരിഹാരം കാണാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ പുതിയ സർക്കുലർ, അതായത് സീറോ മലബാർ സഭയുടെ പുതിയ സർക്കുലർ പുറത്തിറങ്ങി. ഇതാണ് ഇപ്പോൾ പുതിയ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് ജൂലൈ 3-ന് എല്ലാ അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത, അതായത് സിനഡ് കുർബാനയായ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാണ്. മാത്രമല്ല ഈ കുർബാന നടപ്പാക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ വിമത വിഭാഗം ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർ പ്രധാനമായും പറയുന്നത് 14-ാം തീയതി കുർബാനയുമായി ബന്ധപ്പെട്ട് സിനഡ് ചേരാനിരിക്കുകയാണ്. ഈ സിനഡിന് മുന്നേ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയത് കൊടും ചതിയുടെ ഭാഗമാണെന്നാണ് ഈ വിമത വിഭാഗം പറയുന്നത്. മാത്രമല്ല തങ്ങൾ ഒരു കാരണവശാലും ഈ ജൂലൈ 3-ന് ഏകീകൃത കുർബാന അർപ്പിക്കില്ലെന്നും ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്നും നിലപാടാണ് ഇപ്പോൾ വിമത വിഭാഗം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ സർക്കുലർ 16-ാം തീയതി, അതായത് ഈ മാസം 16-ാം തീയതി മുഴുവൻ പള്ളികളിലും സർക്കുലർ വായിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായും ലംഘിക്കുമെന്നാണ് വിമത വിഭാഗം പറയുന്നത്. മാത്രമല്ല ഈ ദിവസങ്ങളിൽ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കാനുമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് വിമത വിഭാഗം കടക്കുകയാണ്. മാത്രമല്ല മാർപ്പാപ്പ തന്നെ നേരിട്ടിടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിരുന്നു. എങ്കിൽ പോലും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല. 2 തവണ മാർപ്പാപ്പ കത്തിലൂടെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. മറ്റൊന്ന് വീഡിയോ കോളിലൂടെ നേരിട്ട് സന്ദേശം അയക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ടൊന്നും ഇതിൽ നിന്നും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ വിമത വിഭാഗം തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിനഡ് 14-ാം തീയതി ചേരാനിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഈ വിഷയം ചർച്ച ചെയ്യാനാണ് 14-ാം തീയതി സിനഡ് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനഡിൽ പ്രധാനമായും ഈ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ഇതെന്താണ് അന്തിമ തീരുമാനം എന്താണ് അറിയേണ്ടത്. എന്തായാലും അന്ത്യശാസനമായി തന്നെയാണ് ഇപ്പോൾ സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലർ കൃത്യമായി വൈദികർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇവർ പുറത്താകുമെന്ന് മാത്രമല്ല പിന്നീട് ഇവർ നടത്തുന്ന ശുശ്രൂഷകളും അതുപോലെ കാർമ്മികത്വം വഹിക്കുന്ന എല്ലാ ചടങ്ങുകളും വിലക്കുമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അർച്ചന, അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ വൈദികരെ പുറത്താക്കിയാൽ വൈദികർ മാത്രമല്ലല്ലോ നിൽക്കുന്നത്, അവർക്ക് പിന്തുണയുമായി കുറേ അധികം വിശ്വാസികളുമുണ്ടല്ലോ. ഈ ഏതെങ്കിലും കുറച്ച് വൈദികർ മാത്രം നേരിട്ട് വന്ന് പറയുന്നതല്ല. വിമത വിഭാഗം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, ജനങ്ങൾ, വിശ്വാസികൾ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സംഘർഷാവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പോകില്ലേ 2 വിഭാഗങ്ങൾ സംഘടിച്ചാൽ? തീർച്ചയായും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രധാനമായും ഇന്നലെ ഈ അൽമായ മുന്നേറ്റം, അതായത് ഈ വിശ്വാസികൾ പ്രധാനമായും പറയുന്നത് തങ്ങൾ സ്വതന്ത്ര മെത്രാപ്പൊലീത്തനായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അതിന് കാരണം പ്രധാനമായും ഇവർ പറയുന്നത് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ സഭയിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറാണെന്നുള്ള കൃത്യമായ കാര്യങ്ങളും ഇവർ സൂചനകളും നിർദ്ദേശങ്ങളും എല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലേക്കുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന തരത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം അന്ത്യശാസനമായി ഈ തീരുമാനം സർക്കുലർ മുന്നോട്ട് വെക്കുമ്പോഴും ഇതിൽ കൃത്യമായ നിലപാട് ഇനിയും മുന്നോട്ട് വെക്കാനുണ്ട്. കാരണം ഈ സിനഡിലായിരിക്കും ഇത് കാര്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുക. മാത്രമല്ല ഈ വൈദികരെ പുറത്താക്കുന്നതോടൊപ്പം വലിയ തരത്തിലുള്ള ഒരു വിശ്വാസി സമൂഹം കൂടി ഇതിൽ നിന്നും പോകുന്നൊരു സാഹചര്യം, അതായത് സഭയ്ക്ക് പുറത്തു പോകുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും. നമുക്കറിയാം ബസിലിക്കയിലെല്ലാം വലിയ രീതിയിൽ സംഘർഷങ്ങൾ കഴിഞ്ഞ കാലയളവിലെല്ലാം ഈ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോകുമെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനഡ് 14-ാം തീയതി ചേരുന്ന സിനഡിലായിരിക്കും നിർണായകമായ കാര്യങ്ങൾ എന്തായാലും ചർച്ചയാവുക. അതുകൊണ്ട് തന്നെ ആ സിനഡ് യോഗം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പിന്നോട്ടില്ല എന്നൊറ്റ നിലപാടിൽ തന്നെയാണ് വിമത വിഭാഗം. പ്രതിഷേധിക്കാൻ ഒരുങ്ങി തന്നെയാണ് അവരുടെ നിലപാട്. മനു, ശരി, ഓക്കെ, താങ്ക് യു അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഏതായാലും ഇത് വളരെ ഗൗരവതരമായൊരു സാഹചര്യമാണ്. കാരണം ഏറ്റവും പരിശുദ്ധമായ ഇടം എന്ന് നമ്മൾ കരുതുന്ന ആരാധനാലയങ്ങളിൽ സംഘർഷമുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
ഈ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്നത് സഭാ നേതൃത്വത്തിന് മുൻപിലുള്ളൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ സർക്കുലറിന് എതിരായി നിൽക്കുന്നവരെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ അത് മറ്റൊരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കില്ലേ എന്നതും ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ഏതായാലും സിനഡിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്കിനി കാത്തിരുന്ന് പരിശോധിക്കാം. വരും ദിവസങ്ങളിൽ സിനഡ് ചേരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.